പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ SCRT പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൽ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും. 4ാമത്തെ ക്ലാസ്സാണിത്. അധിനിവേശവും ചെറുത്തുനിൽപ്പിൽ ആദ്യ ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്തായിരുന്നു കാരണമെന്നും പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും കുറിച്ച് പഠിച്ചു. 3ാമത്തെ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തെക്കുറിച്ചും അവര് ഇന്ത്യയിൽ നികുതി വരുമാനം എങ്ങനെ വർദ്ധിപ്പിച്ചുവെന്നും അതിനുവേണ്ടി കൊണ്ടുവന്ന 3 നികുതി സമ്പ്രദായങ്ങളും പഠിച്ചു. പ്രധാനമായും 3 ഉള്ളത്. ബംഗാൾ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന സെമിദാരി സമ്പ്രദായം, ദക്ഷിണേന്ത്യയിലും ഡെക്കാൻ ഭൂപ്രദേശത്തുണ്ടായിരുന്ന റൈഡ്വാരി സമ്പ്രദായം, പിന്നെ മഹൽവാരി എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ പഞ്ചാബ് ഭൂപ്രദേശത്തൊക്കെ മഹൽവാരിയാണ്. ഇന്നേ ദിവസം നമ്മൾ ബ്രിട്ടീഷുകാര് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നികുതി പിരിവ് കൂടാതെ മറ്റെന്തൊക്കെയാണ് നടപ്പിലാക്കിയത് എന്നാണ് നമ്മൾ പരിശോധിക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകൾ, മഹാരാഷ്ട്രയിൽ ഇവര് സാഹുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പണമിടപാടുകാരെ സാഹുക്കൾ എന്നാണ് വിളിക്കുന്നത്. പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി, സ്വാഭാവികം. പക്ഷേ കൃഷി ലാഭത്തിലല്ലാതായ മാറിയപ്പോ ഇവർക്ക് കടം വാങ്ങിച്ച കാശ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നികുതി ഭാരം തന്നെ വളരെ കൂടുതലാണ്. ആ നികുതി ഭാരം ഒഴിവാക്കാൻ വേണ്ടി കടം മേടിച്ചു. തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ തന്മൂലം കർഷകര് കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും നികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ, ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ നാണ്യവിളകളായ നീലം, പരുത്തി തുടങ്ങിയവ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിന് കാരണമാവുകയും, ഭക്ഷ്യവിളകൾ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുറയും. കാലാന്തരത്തില് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഭക്ഷ്യവിളകൾ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഭക്ഷ്യവിളകൾ കുറയുകയാണ്. എന്തുകൊണ്ട്? നാണ്യവിളകളായ നീലം, പരുത്തി എന്നിവ കൃഷി ചെയ്തപ്പോൾ. അപ്പൊ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇടിഞ്ഞു. അത് കുറഞ്ഞത് കാരണം ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഭക്ഷ്യവിള കുറയുന്നതിന്റെ ഫലമായി ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. സ്വാഭാവികമായിട്ട് ആ സമൂഹം ദാരിദ്ര്യത്തിലേക്ക് പോകും, അല്ലെ? കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ ഏറെ സഹായിച്ചു. കാരണം ഭക്ഷ്യോൽപ്പന്നം കുറവാണ്. ഭക്ഷ്യോൽപ്പന്നം കുറയുമ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വില കൂടും. കർഷകർ കൃഷി ചെയ്യുന്നതോ നാണ്യവിളകളാണ്. അപ്പൊ കർഷകർ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി കൂടുതൽ തുക കൊടുത്ത ഭക്ഷ്യവിളകൾ വാങ്ങേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് പണമിടപാടുകാര്, സാഹുക്കൾ അവിടെ വളരെയധികം ജനങ്ങളെ ചൂഷണം ചെയ്തു. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. കാരണം കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കൊണ്ട്. ഓക്കെ, അപ്പൊ കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി കർഷകർക്ക് വരികയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ എങ്ങനെയൊക്കെയാണ് കർഷകരെ ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. നോക്കി, ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. ഇമ്പോർട്ടന്റ് ആണ്. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. 2, വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. ആ വാക്ക് ഇമ്പോർട്ടന്റ്. നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. അതോടൊപ്പം വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. 3, കർഷകർക്ക് കൃഷിഭൂമി നഷ്ടമാകാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ കർഷകർ കടക്കണിയിൽപ്പെട്ടു. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു, അല്ലേ? അപ്പോ ഓർമ്മിക്കുക, വളരെ പ്രാധാന്യമുള്ള 4 കാര്യങ്ങൾ. ബ്രിട്ടീഷ് ഭരണം, ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ആർട്ടിസൻസ്, ചെറുകിട കർഷകര്, അതായത് നമ്മുടെ എന്താണ് കുടിൽ വ്യവസായം ചെയ്യുന്നവര്, കൈത്തൊഴിലുകാർ, കുടിൽ വ്യവസായം ചെയ്യുന്നവർ,
ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും കൈത്തൊഴിലുകാർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിത വരുമാനം കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ആ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുക. എന്നാൽ ബ്രിട്ടനിലെ യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് വളരെ കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നത് കൊണ്ട് അവർക്ക് ഇന്ത്യയിലെ കൈത്തൊഴിലുകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിഞ്ഞു. നമ്മളാണെങ്കിലും വില കൂടിയതോണോ വാങ്ങുക, വില കുറഞ്ഞതോണോ വാങ്ങുക. വില കുറഞ്ഞതേ മേടിക്കത്തുള്ളൂ. കാരണം എല്ലാവരും ദാരിദ്ര്യത്തിലാണ്. അപ്പൊ എങ്ങനെ ചിലവ് നിയന്ത്രിക്കാമെന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കാര് പരമ്പരാഗതമായ കൈത്തൊഴിലുകാർ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? കൈത്തൊഴിലുകാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിറ്റഴിക്കപ്പെടാതെയായി മാറി. അങ്ങനെ അവരും നഷ്ടത്തിലായി മാറി. അപ്പോൾ യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. കാരണം ഇവയ്ക്ക് വില കൂടുതലാണ് യന്ത്രവൽകൃത ഉൽപ്പന്നത്തെക്കാൾ. മനസ്സിലായോ? അതോടുകൂടി കരകൗശല മേഖലയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ, കുടിൽ വ്യവസായങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി മാറുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയം കർഷകരെ മാത്രമല്ല ബാധിച്ചത്, ഇന്ത്യയിലെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന എല്ലാവരെയും ബാധിച്ചു എന്ന് പറയാം. പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചു. അങ്ങനെ പ്രാദേശികമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒട്ടനവധി കലാപങ്ങൾ ഉയർന്നു. അതിലെ പ്രധാനപ്പെട്ടതായിരുന്നു ബംഗാളില് ജനങ്ങള് കലാപം ആരംഭിച്ചത്. ജനങ്ങൾ കലാപം ആരംഭിച്ചപ്പോൾ ആത്മീയ പണ്ഡിതന്മാര് അതിനെ പിന്തുണച്ചു. ഹിന്ദുമത പണ്ഡിതന്മാരും സൂഫി പണ്ഡിതന്മാരും അതിനെ പിന്തുണച്ചു. അതേക്കുറിച്ച് പരാമർശമുള്ള ഒരു പ്രശസ്ത നോവലാണ് വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുത്തിയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഈ ആനന്ദമഠം എന്ന നോവലില് ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് നോവലെങ്കിലും വന്ദേ മാതരം എന്ന ഗാനം സംസ്കൃതത്തിലായിരുന്നു. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ PSC വന്ദേ മാതരം ഏത് ഭാഷയിലാണെന്ന് ചോദിക്കുമ്പോൾ സംസ്കൃതം എന്ന് പറയുമായിരുന്നു. നിലവിലെ ഡൽഹി ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം നോവൽ ബംഗാളി ഭാഷയിലായതുകൊണ്ട് അതിന്റെ ഉള്ളടക്കം ബംഗാളിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയൂ എന്ന പ്രഖ്യാപനം ഉണ്ടായി, വിധിന്യായം ഉണ്ടായി. അതുകൊണ്ട് നിലവിൽ PSC ചോദിക്കുമ്പോൾ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ എന്ന് പറയുക. വന്ദേ മാതരം പ്രസിദ്ധീകരിക്കപ്പെട്ടത്, അതായത് ഈ ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1882 നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് 82 എന്നാൽ വന്ദേ മാതരം എഴുതപ്പെട്ടത് 1875 എന്നാണ് കണക്കാക്കപ്പെടുക. വന്ദേ മാതരം രചിച്ചത് 1875 അത് ആനന്ദമഠം എന്ന നോവലിൽ പ്രസിദ്ധീകരിച്ചത് 1882 ഓക്കെ. ആനന്ദമഠം എന്ന നോവലിൽ പ്രസിദ്ധീകരിച്ചത് 1882 എന്നാൽ വന്ദേ മാതരം രചിക്കപ്പെട്ടത് 1875 എന്നാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ചത് 2025 ആയിരുന്നു. 150-ാം വാർഷികം ആഘോഷിച്ചത് 2025 PSCയുടെ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട് 150-ാം വാർഷികം എന്നായിരുന്നു 2025. എങ്ങനെയാണ് 150-ാം വാർഷികമായിട്ട് മാറുക? 1875 രചിക്കപ്പെട്ടു എന്നതുകൊണ്ട് അത് ദയവായി മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ലാഭം വേണം. അവിടെ ജനങ്ങളുടെ ക്ഷേമമൊന്നും പരിശോധിക്കുന്നില്ല. ജനങ്ങളുടെ ക്ഷേമം നോക്കേണ്ട ആവശ്യമുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്? ഇല്ല. അതൊരു കച്ചവട സ്ഥാപനമാണ്. അവർക്ക് ലാഭമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അരങ്ങേറി. അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുക. സന്യാസിമാരും മതപണ്ഡിതന്മാരായ ഫക്കീർമാരും
ബ്രിട്ടീഷുകാർക്കെതിരായ ഈ കലാപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നതുകൊണ്ട് ഈ കലാപങ്ങൾ സന്യാസി ഫക്കീർ കലാപം എന്നാണ് വിളിക്കുക. ഭവാനി പതക്, മജ്നുഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓർമ്മിക്കണം, ഭവാനി പതക്, മജ്നുഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. സെറ്റ് അല്ലേ? അപ്പോ ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കർഷക കലാപത്തിന് സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും പിന്തുണയുണ്ടായി. അതുകൊണ്ടത് സന്യാസി കലാപം എന്നറിയപ്പെടുന്നുണ്ട്, ഫക്കീർ കലാപം എന്നറിയപ്പെടുന്നുണ്ട്. കൂടാതെ സന്യാസി ഫക്കീർ കലാപം എന്ന് പൊതുവായി അറിയപ്പെടുന്നു. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പതക് എന്ന സന്യാസിയും മജ്നുഷ എന്ന ഫക്കീറുമായിരുന്നു. ഇതുകൂടെ ഒരുപാട് പേരുണ്ട്. നേതൃത്വം നൽകിയത് ഭവാനി പതക്കും മജ്നുഷായുമായിരുന്നു. ഓക്കെ അല്ലെ? കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. നീലം കർഷക കലാപം അരങ്ങേറുന്നത് 1859 ഇതിന് കാരണമായ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ബ്രിട്ടീഷുകാരായ തോട്ടോടമകൾ, തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഈ അമരിച്ചെടി എന്ന് പറയുന്നത് നാണ്യവിളയാണ് കേട്ടോ. ഇൻഡിഗോ പ്ലാന്റേഴ്സ്, അവിടെ നീലം ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതായത് അമരിച്ചെടിയുടെ ഉൽപ്പന്നമായ നീലം കച്ചവടത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഓക്കെ, നീലം കച്ചവടത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അങ്ങനെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കിടമത്സരം ഉണ്ടാവില്ല, പകരം ഏകപ്രവണത ഉണ്ടാവും. അതായത് ഇപ്പൊ 2 കച്ചവടക്കാരുണ്ടെങ്കിൽ കർഷകന് ഏറ്റവും വില തരുന്ന കച്ചവടക്കാരന് കൊടുക്കാം, ശരിയല്ലേ? മറിച്ച് ഏതെങ്കിലും ഒരാളാണ് ഉള്ളതെങ്കിൽ അവരെത്ര വില പറയുന്നു അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ആ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ കഴിയാതെ, നമുക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാതെ നശിച്ചു പോകും. നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം അല്ലെ? ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണവും ഇത് തന്നെയല്ലേ? ബ്രിട്ടീഷുകാർ കുരുമുളക് കൃഷിയുടെ കുത്തക സ്വന്തമാക്കി. കുരുമുളക് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ബ്രിട്ടീഷുകാർ. ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ കർഷകർ തയ്യാറാകേണ്ടി വന്നു. കാരണം എന്താ? നീലം കച്ചവടത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുകൊണ്ട്. സെറ്റല്ലേ? നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയത്. മനസ്സിലായോ ഈ കുത്തക വ്യാപാരത്തിന്റെ ബുദ്ധിമുട്ട്? കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. സ്വന്തം കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ ഭക്ഷണം മേടിക്കാൻ പറ്റത്തുള്ളൂ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഭക്ഷ്യക്ഷാമം ഉണ്ടായി, ചൂഷണത്തിന് സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ദാരിദ്ര്യവും പട്ടിണിയും സ്ഥിര സംഭവമായിട്ട് മാറി. കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞു. ഇതും ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. കാരണം എന്താ? അതിന്റെ കാരണം മറ്റൊന്നാണ്. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ നീലം കൃഷി ചെയ്തവര് പിന്നെ ഭക്ഷ്യവിള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മെച്ചമല്ലേ എന്ന് ചോദിക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അമരി കൃഷി അല്ലെങ്കിൽ നീലം കൃഷി ചെയ്തു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി, മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു. നമുക്കറിയാം 1 സെന്റിമീറ്റർ മേൽമണ്ണ് രൂപം കൊള്ളാൻ 1000 വർഷങ്ങൾ വേണ്ടിവരുന്നതാണ് ശാസ്ത്രീയമായ കണക്ക്. ആ മേൽമണ്ണിലാണ് ഫലപുഷ്ടമായ മണ്ണുള്ളത്. അപ്പൊ മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു പോയാൽ അവിടെ പിന്നെ കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അവിടെ കൃഷി ചെയ്യാമെന്നല്ലാണ്ട് മെച്ചപ്പെട്ട ഉൽപ്പന്നം ലഭിക്കില്ല. കൃഷി നടത്താം, പക്ഷെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവ് വളരെ കുറയും. അതും കർഷകരെ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു. അവ കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഇതാണ്. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അപ്പൊ കൃഷിയിൽ നിന്ന് കലാപം ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാ? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ.
നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കാലാന്തരത്തില് കൃത്രിമചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞു. നീലം കൃഷി ചെയ്യുന്നവർക്ക് മറ്റു വിള കൃഷി ചെയ്യാൻ കഴിയാതെയായി. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് പോയി. ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കർഷക കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോ 1859 ബംഗാളിലുണ്ടായ നീലം കർഷക കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെ? ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ വിശ്വാസും. ഇവിടെ വിഷ്ണു ബിശ്വാസ് എന്നാണ്, വിഷ്ണു ചരൺ വിശ്വാസ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് PSC ചോദിക്കുമ്പോൾ. അപ്പൊ ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചു. കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. കാരണം നീലം കൃഷി ചെയ്തിട്ടും ബ്രിട്ടീഷുകാർ ഇപ്പൊ നിലവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. ഇനി വാങ്ങിയാലോ വില വളരെ കുറച്ചാണ് മേടിക്കുക. അത് നഷ്ടമല്ലേ. തുടർന്ന് നീലം ഫാക്ടറികൾ കർഷകർ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. പക്ഷേ നീലം കൃഷി ചെയ്ത സ്ഥലത്ത് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? അതുമില്ല. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 വർഷം ഓർമ്മിച്ചേക്കണേ, ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ബംഗാളിലെ നീലം കർഷക കലാപത്തെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ഈ നീൽ ദർപ്പൺ എന്ന നോവലും. ബംഗാളിൽ നീലം കർഷക കലാപത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അസോസിയേഷനുമാണ്. ഇന്ത്യൻ അസോസിയേഷൻ അപ്പോഴല്ല, പിൽക്കാലത്താണ് പ്രചരിപ്പിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ. കാരണം ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിക്കുന്നത് തന്നെ 1876 സുരേന്ദ്രനാഥ് ബാനർജി. അപ്പോ ബംഗാളിലെ നീലം കർഷകരുടെ അതിദാരുണമായ ഈ സംഭവത്തെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച പ്രശസ്ത കൃതിയാണ് നീൽ ദർപ്പൺ. അത് എഴുതിയത് ദീനബന്ധു മിത്ര. എന്നാ പ്രസിദ്ധീകരിക്കുന്നത് 1860. നീലം കർഷകരുടെ ദുരവസ്ഥ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തും പറയണം, ഇന്ത്യൻ അസോസിയേഷനും പറയണം. സെറ്റ് അല്ലേ? ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് എന്നാണ് 1876 സുരേന്ദ്രനാഥ ബാനർജി, SN ബാനർജി. ഓർമ്മിച്ചേക്കാം. ഇനി നമ്മള് ഗോത്ര കലാപങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ ഗോത്ര വ്യക്തികളുടെ പോരാട്ട വീര്യത്തെ കുറിച്ചുള്ള ചെറിയൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമില്ല. അവരുടെ പോരാട്ട വീര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ആ പുസ്തകം എഴുതിയതാര്, അത് PSC ക്വസ്റ്റ്യനാണ്. ഈ ലേഖനം എടുത്തിരിക്കുന്നത് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയതാരാ? ബിപിൻ ചന്ദ്ര. അതാ PSC ചോദ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയത് ബിപിൻ ചന്ദ്ര. ഓക്കെ. അപ്പോൾ ഒരു സെന്റൻസ് വെറുതെ നമുക്കൊന്ന് വായിച്ചു നോക്കാം, പോരാട്ട വീര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയമാവുക എന്നറിയില്ലെങ്കിൽ പോലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ തിരിച്ചടിച്ചു. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. കാരണം ഗോത്രവർഗമായ സാന്താളുകളുടെ അമ്പുമില്ല് മാത്രമേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ വെടിയുതിർക്കുകയാണ് ചെയ്യുക. അപ്പൊ സൊഹയുടെ അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. എങ്കിലും 45 പേരില് ഒരു വയസ്സായ വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ബ്രിട്ടീഷുകാർ വെച്ച വൃദ്ധനല്ലേ, ഇപ്പൊ തന്നെ പരാജയം സമ്മതിക്കും. പക്ഷേ ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തന്റെ മഴ കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. അത്രയും പോരാട്ട വീര്യമുണ്ടായിരുന്നു സാന്താളുകൾ എന്ന ഗോത്ര ജനതയ്ക്ക്. സാന്താളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് ഈ സാന്താളുകൾ എന്ന് പറയുന്നത്? ഓക്കെ, സാന്താളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ലളിതമാണ്. ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഗോത്ര ജനതയുടെ പ്രധാന ജീവന ഉപാധികൾ എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കലും പിന്നെ കന്നുകാലി വളർത്തലും ഒക്കെയാണ്. ഇനി കൃഷി ചെയ്യുന്ന ഗോത്ര വിഭാഗമുണ്ട്. അവർ കാട് വെട്ടിത്തെളിച്ചാണ് കൃഷി ചെയ്യുന്നത്. കാട് വെട്ടിത്തെളിച്ചാണ് അവർ കൃഷി ചെയ്യുക. അതായത് കാട് വെട്ടിത്തെളിക്കുന്നു, ആ വെട്ടിത്തെളിച്ച വസ്തുക്കളിൽ കൂട്ടി
തീയിട്ട് ആ ചാരം മണ്ണിൽ ചേർത്ത് കൃഷി ചെയ്യും. മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമാകുമ്പോൾ അടുത്ത് വീണ്ടും കാട് വെട്ടി തെളിക്കുന്നു, കൃഷി ചെയ്യുന്നു. സ്ഥിരമായിട്ട് ഒരു വാസസ്ഥലം ഇല്ലാത്ത ഗോത്ര വിഭാഗമാണ് അത്തരം കൃഷി ചെയ്യുക. അതിനെ നമ്മൾ ആ മാറ്റ കൃഷിയെന്നും പുനം കൃഷിയെന്നും വെട്ടിച്ചുട്ട് കൃഷിയെന്നൊക്കെ വിളിക്കും. ഓക്കെ, അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾ ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാര് 1868 വനവകുപ്പിന് തുടക്കം കുറിച്ചു. വനവിഭവങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനും വളരെ പണ്ട്, അതായത് 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്ത് എന്ത് ചെയ്തു? വന സംരക്ഷണത്തിന് വേണ്ടി പ്രാദേശികമായ ഒത്തിരി നയങ്ങൾ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു. ഇതൊക്കെ ഗോത്ര കലാപത്തിലേക്ക് നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇതില് ഏറ്റവും ആദ്യം ബ്രിട്ടീഷുകാരന്റെ നേരിടേണ്ടി വന്നത് പഹാരികളെ കുറിച്ചായിരുന്നു. ആ പഹാരികളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ സാന്തകളിലേക്ക് വരാം. കാരണം അതിനത്രയധികം ബന്ധമുണ്ട് കേട്ടോ. അപ്പോ ഈ പഹാരി ഗോത്ര കലാപം നടക്കുന്നത് 1778 ആരാണ് ഈ പഹാരികൾ എന്ന് പറഞ്ഞാല്? രാജ്മഹൽ കുന്നിൻ പുറത്ത്, രാജ്മഹൽ കുന്നിന്റെ മുകളിൽ സ്ഥിരതാമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് പഹാരികൾ എന്ന് പറയുന്നത്. ഈ പഹാരികള് കാടുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുക. ബ്രിട്ടീഷുകാര് ഈ വന വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പഹാരികളെ സമീപിച്ചു. പഹാരികളോട് കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുവാനും, പഹാരികൾ ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടേതായ സംസ്കാരത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. പൊതുസമൂഹമായിട്ട് അധികം ബന്ധത്തിനും താല്പര്യമില്ലാത്തവരാണ്. ബ്രിട്ടീഷുകാർ അവരെ നിർബന്ധപൂർവ്വം ആധുനിക സംസ്കാരം നൽകാനായിട്ട് ശ്രമിച്ചു. ഇത് പഹാരികളിൽ പ്രതിഷേധമുണ്ടായി. അങ്ങനെ പഹാരികൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു. ഇത് കൂടാതെ വനവിഭവങ്ങൾ കൂടുതലേക്ക് യൂറോപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ലാഭം കിട്ടുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പഹാരികളോട് കയറ്റുമതിക്ക് ഉതകുന്ന രീതിയിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ കാട് വെട്ടിത്തെളിച്ച് കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? പഹാരികളെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി, രാജ്മഹൽ കുന്നിന്റെ പുറത്ത് നിന്ന് പഹാരികളെ ആട്ടി ഓടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് ഈ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ താമസിച്ചിരുന്ന മറ്റൊരു ഗോത്ര വിഭാഗമായ സാന്താളുകളെ കുന്നിൻ മുകളിൽ എത്തിച്ചു. കുന്നിൻ മുകളിൽ എത്തിക്കുന്നത് 1780-കളിലാണ് കേട്ടോ. 1778 പഹാരി കലാപം ഉണ്ടാവുന്നത്. 1780 സാന്താളുകൾ എവിടെ എത്തിച്ചേരുക? രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് രാജ്മഹൽ കുന്നിൻ മുകളിൽ എത്തിച്ചേരുക. ഓക്കെ, മനസ്സിലായോ? അപ്പോ ബ്രിട്ടീഷുകാർ തന്നെയാണ് സാന്താളുകളെ കുന്നിൻ മുകളിൽ എത്തിക്കുന്നത്. ആരെ ആട്ടി ഓടിക്കാൻ? പഹാരികൾ. അതുകൊണ്ട് എന്താ പുസ്തകത്തിൽ നോക്കിയേ, സെന്റൻസ് നോക്കിയേ. 18ാം നൂറ്റാണ്ട് അവസാനിക്കുന്നത് 1800-ലാണ് അല്ലെ? ഓക്കെ, 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ, ഇന്നത് അത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്, രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമാണ് ആര്? സാന്താൾ. ക്ലിയർ? 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമാണ് സാന്താൾ. ഭൂടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി സാന്താളുകളുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ചെയ്തിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. ബ്രിട്ടീഷുകാർ അറിഞ്ഞുകൊണ്ടായിരുന്നു. ഓക്കെ, കാരണം ബ്രിട്ടീഷുകാർക്ക് മെച്ചപ്പെട്ട ലാഭമാണ് വേണ്ടത്. പഹാരികളോട് കൃഷി ചെയ്യാൻ പറഞ്ഞു, കേട്ടില്ല. അതുകൊണ്ട് സാന്താളുകളെ കൊണ്ടുവന്ന് കൃഷി ചെയ്തു. എന്നിട്ട് സാന്താളുകളെ പരമാവധി ആര് ചൂഷണം ചെയ്യാണ്? ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യാം. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച്. അവർക്ക് അവരുടെ ലാഭം മാത്രമേ താല്പര്യമുള്ളൂ. തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ
ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾ തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും കാൻഹുവിനെയും, അപ്പോ പ്രധാന സാന്താൾ കലാപത്തിന്റെ നേതാക്കളാരൊക്കെയ സിദോവും സിദോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തി. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അപ്പൊ സാന്താൾ കലാപം ഏത് വർഷമാണ്? 1855. സാന്താൾ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ് 1855 സാന്താൾ കലാപം അടിച്ചമർത്തുക. സാന്താൾ കലാപത്തിന്റെ നേതാക്കളാരൊക്കെയ സിദോവ് കൂടാതെ കാൻഹു. അപ്പൊ ബ്രിട്ടീഷുകാർ ആദ്യം കലാപം ഉണ്ടാക്കിയത് ആരുമായിട്ടാ? പഹാരികളുമായിട്ട് 1778. അവരെ അട്ടിയൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്മഹൽ കുന്നിന്റെ അടിവാരത്ത് താമസിച്ചിരുന്ന സാന്താളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു 1780. ആ സാന്താളുകളെ ക്രൂരമായി ചൂഷണം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ സാന്താളുകൾ പ്രതിഷേധം ആരംഭിച്ചു. അതാണ് 1855 സാന്താൾ കലാപത്തിലേക്ക് നയിക്കുക. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ സിദോവും കാൻഹുവും ആരുടെ കാലഘട്ടത്താണ്? ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം. മറ്റൊരു ഗോത്ര കലാപത്തെ കുറിച്ച് നമുക്ക് പറയാം. ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കോലാഹലം എന്നാണ്, അഥവാ വലിയ കലാപം എന്നാണ്. ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കലാപം അഥവാ വലിയ കോലാഹലം എന്നാണ്. വലിയ കോലാഹലം, നമുക്ക് അതിന്റെ അർത്ഥം കൂടെ വിവരിക്കാം. വലിയ കോലാഹലം. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളിലും ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്ക് കലാപം നയിച്ചു. കേരളത്തിൽ നമുക്കറിയാം കുറിച്യർ കലാപം, അല്ലെ? വയനാട്ടിൽ 1112. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവായി അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിലാണ് കലാപം അരങ്ങേറിയത്. ബ്രിട്ടീഷ് കോളനി ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഗോത്രവിഭാഗമാര മുണ്ട എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗമല്ലേ, അവരുടെ രാജ്യം മുണ്ട രാജ്, ഗോത്ര രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ബിർസ മുണ്ടയെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാൻ പ്രാധാന്യവുമുണ്ട് കേട്ടോ. അപ്പൊ ഓർമ്മിക്കുക, ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനം അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ ഭൂപ്രദേശം, നമ്മൾ ഭൂമിശാസ്ത്രപരമായി ഛോട്ടാ നാഗ്പൂർ ആണ്. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര ജനതയാണ് മുണ്ടകൾ എന്ന് പറയുക. ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്ത് ഉൽഗുലാൻ എന്നാണ് അറിയപ്പെടുക. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് അർത്ഥം. ഓക്കെ, അവരുടെ നേതാവാരാണ് ബിർസ മുണ്ട. ലക്ഷ്യം എന്താണ്? മുണ്ട രാജ്യം, അതായത് മുണ്ട ഗോത്ര വിഭാഗത്തിന് വേണ്ടി പ്രത്യേക രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പിടിയിലകപ്പെട്ട ബിർസ മുണ്ട ജയിലിലാവുകയും അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. അതോടുകൂടി മുണ്ട കലാപം അവസാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കലാപത്തിന്റെ കാരണങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുണ്ടായി. ഇന്നത്തെ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ വെച്ച് മരണമടയുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായി അടിച്ചമർത്തി. മുണ്ട ജയിലിൽ വെച്ച് മരിച്ചു. അതോടുകൂടി നേതാവില്ലാതായിട്ട് മാറി. അതിശക്തമായി പിന്നെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ വന്നപ്പോൾ മുണ്ട കലാപം അമർച്ച ചെയ്യപ്പെട്ടു. ബിർസ മുണ്ടയെ കുറിച്ച് നമുക്ക് നോക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായി ആചരിക്കുന്നു. ഏത് വർഷം തൊട്ട? 2021. അപ്പൊ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിവസമായിട്ട് കേന്ദ്ര സർക്കാർ 2021 മുതൽ ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച്
ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക നേതാവാണ് ബിർസ മുണ്ട എന്ന പേരിൽ അറിയപ്പെടുക. നേതാവാണ് ആരാ? ബിർസ മുണ്ട. സെറ്റ് അല്ലേ? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. ഗാന്ധിജിയുടെ പോരാട്ട വീര്യത്തെ പോലെ ഗാന്ധിജിയുടെ കാലയളവിന് മുൻപ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അടുത്തത്. അപ്പൊ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാനി ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് യാദവ് ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഇത് രണ്ടും PSC മുൻവർഷ ചോദ്യമാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് യാദവ് ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഓക്കെ. അപ്പൊ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിവസമായിട്ട് കണക്കാക്കുന്നു 2021 മുതൽ. ഇന്ത്യൻ പാർലമെന്റിൽ സാഹിത്യത്തിനും സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് യാദവ് ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. സെറ്റ് അല്ലേ? അപ്പൊ ഇന്നേ ദിവസം നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ഗോത്ര വിഭാഗത്തിനും എന്ത് ജീവിത സാഹചര്യമാണ് സൃഷ്ടിച്ചത്? അവരുടെ തൊഴിലും ജീവിത സാഹചര്യങ്ങളും ദുസ്സഹമാക്കി മാറ്റിയത് ബ്രിട്ടീഷ് ഭരണകൂടമാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പഠിച്ചത്. ഇനി മറ്റ് ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പ്രധാന നാട്ടുരാജ്യങ്ങളെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നത്, അവരുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.